5 ഡാമുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്ത്. എന്നാൽ പഞ്ചായത്തിലെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കുടിവെള്ളത്തിന് ടാങ്കറുകളെ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ആനക്കെട്ടിമേട്, നീലിപ്പാറ, മുന്തിപ്പതി, ചപ്പക്കാട് എന്നിങ്ങനെ വിവിധ പട്ടികജാതി ഉന്നതികളിലായി ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുന്നത്. ജലനിധി പദ്ധതി വഴി ലഭിക്കുന്ന കുടിവെള്ളമാണെങ്കിൽ പച്ചനിറം കലർന്ന് ഉപയോഗിക്കാൻ കഴിയാത്തതാണ്. കൂത്താടികൾ ഉൾപ്പെടെ പെരുകിയ വെള്ളത്തിലൂടെ പകർച്ചവ്യാധികളും പടരുന്നു. ഇപ്പോൾ 2 മാസത്തിൽ തന്നെ ഒരുപാട് ഇതാണത്. കുടിക്കേ തണ്ണി വരതില്ല. അത് 10 നാളേക്ക് 15 നാളേക്ക് വരും. വന്നാൽ ഇവിടുത്തെ തണ്ണി വരും. കിട്ടുന്ന വെള്ളം പാത്രങ്ങളിൽ ശേഖരിച്ചു വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാറുള്ളൂ. ഓരോരിക്കും വരുന്നത് പച്ച കളറായിട്ട് വരും, ഓരോരിക്കും വരുന്നത് ഇങ്ങനെ വരും. ശുദ്ധമല്ല. നമ്മളതിനെ തെളിയാൻ വെച്ചിട്ട് കുടിക്കണം. 2 ദിവസം 3 ദിവസം വെച്ചാൽ പിന്നെ ശരിയാവും. പ്രദേശത്തിന് ചുറ്റും പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം, മീങ്കര, ചുള്ളിയാർ എന്നിങ്ങനെ 5 ഡാമുകളാണ് ഉള്ളത്. എന്നാൽ മുതലമടക്കാർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാൻ പുറത്തുനിന്ന് ടാങ്കറുകൾ എത്തണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെയൊക്കെ വെള്ളം കിട്ടിയിട്ട് 10 ദിവസമായി. ഈ നീളിപ്പാറ ടാങ്കിൽ ഇരുന്നാണ് അവിടെ ഒരു കിഴക്കേ ചുക്കമ്പതി എന്ന് പറഞ്ഞ ആദിവാസി കോളനിക്ക് വെള്ളം പോകുക. അവിടെയും വെള്ളം പോകാറില്ല. അതായത് ഈ ടാങ്കൊക്കെ 1500 റുപ്യ കൊടുത്ത് വിലയ്ക്ക് മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ട്രാക്ടർ വെള്ളം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വെള്ളം കിട്ടാറില്ല. പഞ്ചായത്ത് അധികൃതരോട് പലവട്ടം പരാതി പറഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.